Yesterday night, I was sleeping in my mother's room, in the hospital room, on a little sofa. And like any son, I was extremely worried about my mother's health. And the whole night, I was only comforted by one thing. I was comforted by a nurse from Kerala who came in every hour to check on my mother. Every single hour she would come, she would check my mother, she would smile, she would hold my mother's hand. Every night, I was sleeping in my mother's room, in the hospital room, on a little sofa. എന്റെ അമ്മ അഡ്മിറ്റായ ആശുപത്രിയിലെ മുറിയിൽ ഒരു ചെറിയ സോഫയിൽ ഞാൻ എന്റെ അമ്മയോടൊപ്പം ഉറങ്ങുകയായിരുന്നു. And like any son, I was extremely worried about my mother's health. ഏതൊരു മകനെയും പോലെ ഞാനും എന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അതീവ തരത്തിൽ ആശങ്കാകുലനായിരുന്നു. And the whole night, I was only comforted by one thing. രാത്രി മുഴുവൻ ഞാൻ സമാധാനം കണ്ടെത്തിയത് ഒരേ ഒരു കാര്യം ഓർത്തിട്ടായിരുന്നു. I was comforted by a nurse from Kerala who came in every hour to check on my mother. ആ ആശങ്ക നിറഞ്ഞിരുന്ന രാത്രിയുടെ ഓരോ മണിക്കൂറിലും എന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി എന്തെന്നറിയാൻ അമ്മയുടെ അടുക്കലേക്കും ഞങ്ങളുടെ അടുക്കലേക്കും വന്ന ഒരു മലയാളി നേഴ്സാണ് ഇന്നലത്തെ ഒരു രാത്രി കഴിഞ്ഞുകൂട്ടാൻ ഞങ്ങൾക്ക് കരുത്തായി മാറിയത് എന്ന കാര്യത്തിന് സംശയമില്ല. Every single hour she would come, she would check my mother, she would smile, she would hold my mother's hand. ഓരോ മണിക്കൂറിലും എന്റെ അമ്മയുടെ അടുക്കലേക്ക് വന്നു എന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് എന്റെ അമ്മയുടെ കൈകൾ സ്നേഹവായ്പയോടെ അവർ ചേർത്ത് പിടിക്കുമായിരുന്നു. And I was thinking to myself, how many sons, daughters, brothers, sisters have nurses from Kerala comforted in their difficult moments? ഞാൻ എന്നോട് തന്നെ ആലോചിക്കുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. ഇതുപോലെ എന്നെ പോലുള്ള മക്കൾ, എന്നെ പോലുള്ള മകൾ, സഹോദരങ്ങൾ ഇങ്ങനെ എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുപോലെ ആശ്വാസത്തിന്റെ സ്നേഹ സാന്നിധ്യമായി മലയാളക്കരയിലെ നഴ്സുമാർ ലോകമെമ്പാടും മാറിയിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. Early morning I asked her, do you sleep at night or do you work the whole night? ചോദിച്ചു, ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലായിരുന്നോ അതോ എപ്പോഴെങ്കിലും അല്പസമയത്തേക്കെങ്കിലും ഒന്ന് മയങ്ങാൻ കഴിഞ്ഞോ? And she said, no, I do not sleep at night. I work all night. കണ്ണടക്കാതെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റുകയായിരുന്നു. And so, while the whole world sleeps, women from Kerala, not only in Kerala, but in Delhi, in the rest of the country, in the rest of the world, are comforting people, holding people's hands, and making them comfortable. ഉറങ്ങിക്കിടക്കുമ്പോ ഒരു മലയാളിയായ സഹോദരി ഡൽഹിയിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഓരോ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ ആശ്വാസമാകുന്ന കാഴ്ചയാണ് ഞാൻ ഇന്നലെ കണ്ടത്, ഞാൻ ഓർത്തതും. For me, this is the spirit of the state of Kerala.